The moment discusses the importance of ecological interconnectedness and the transitions of human nature. It also questions the notion of ownership. The concept of ecological interconnectedness lies at the center of preserving and conserving nature. This is the important line, important concept including this poem. സോ അത് ഇതിലകത്ത് ഇക്കോളജിക്കൽ ഇന്റർ കറക്റ്റഡ്നെസ് എന്ന് പറയുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ആശയത്തെയാണ് ഇതിൽ കൺസേർവ് ചെയ്യുന്നത്. എസ്പെഷ്യലി നമ്മുടെ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് ഒരാശയം കൊണ്ടെത്തിക്കുന്നത്. നമ്മുടെ നേച്ചറിനെ, പ്രകൃതിയെ ഒക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ട്, സെർവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഈ ഒരു പോം നമ്മൾ റീച്ച് ചെയ്യിക്കുന്നുണ്ട്. It is important to maintain the delicate balance between various species and nature itself. നമ്മുടെ നേച്ചറിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പീഷീസ് ഉണ്ട് അല്ലേ, ഒരുപാട് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ്, അങ്ങനെ ഒരുപാട് ടൈപ്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒരിക്കലും മറ്റൊന്നിനെ എന്താക്കരുത്, ഡിസ്ട്രോയ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എസ്പെഷ്യലി നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ സൈഡിൽ നിന്നാണ് ഒരുപാട് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നേച്ചറിലേക്ക് എത്തുന്നത് അല്ലെ. നേച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി, നേച്ചറിനെ തകർക്കുന്നതായിട്ടുള്ള അതിൻ്റെ ഒരു ബാലൻസിങ് ഇക്വലിബ്രിയത്തെ ഇല്ലാതെയാക്കുന്ന ഹാബിറ്റ്സും ആക്ടിവിറ്റീസും ഒക്കെ കടന്നു വരുന്നത് ഹ്യൂമൻ ബീങ്സിന്റെ സൈഡിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ മറ്റേതൊരു സ്പീഷീസിൽ നിന്നും, മറ്റേതൊരു ആനിമൽ ആണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും എന്താണെങ്കിലും അതിനൊന്നും നമ്മുടെ നേച്ചറിനെ മുറിപ്പെടുത്തുന്ന, ബ്രോക്ക് ചെയ്യുന്ന അങ്ങനെയുള്ള അതായിട്ടുള്ള യാതൊരുവിധ ആക്ടിവിറ്റീസും ഉണ്ടാവാറില്ല. പക്ഷെ ഓൺ ദ അതർ ഹാൻഡ് ഹ്യൂമൻ ബീങ്സിന്റെ സൈഡിൽ നിന്നാണ് ദ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നേച്ചറിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് കൺസിഡർ ചെയ്യുന്നത്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാക്സിമം എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് ഹ്യൂമൻ ബീങ്സിന്റെ മൈൻഡിൽ അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്നാണ് ഇത്തരം ഹാബിറ്റ്സുകൾ ഉണ്ടായി കാണാറുള്ളത്. സോ അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ള ഒരു സർവൈവൽ നമ്മളുടെ എക്കോസിസ്റ്റത്തിന് നൽകുക എന്നുള്ളതാണ്. ആക്ച്വലി നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീഷീസിന്, നമ്മുടെ ഓരോ സ്പീഷീസിനും ഒരു യുണീക്ക് റോൾ നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിന്റെ അകത്ത് ഉണ്ട് അല്ലേ. നമ്മുടെ ഓരോ ജീവിക്കും, ഓരോ ജീവി വർഗത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ഭൂമിയിലുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു എക്കോസിസ്റ്റത്തിനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്താക്കുക, ഒന്നിനെയും നശിച്ചു പോകുന്നതിന് പകരം അതിനെയൊക്കെ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ സർവൈവൽ പ്ലാറ്റ്ഫോമിലേക്ക് അതിനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഹ്യൂമൻ ബീങ്സ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഇന്ന് നല്ല സെഞ്ചുറീസ് ആയിട്ട് ഹ്യൂമൻ ബീങ്സ് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ഇടപെടലുകൾ ഭൂമിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒഴിവാക്കി അതിനെപ്പറ്റി നമ്മൾ അലേർട്ടായിട്ട് അത്തരം ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ പിന്മാറി നേച്ചറിൻ്റെ ആ ഒരു ഇക്വലിബ്രിയത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പോയത്തിലെ കംപ്ലീറ്റ് ഔട്ട്ലൈൻ ആയിട്ട് വരുന്നത്.